ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി വ്ലോഗാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ കൊട്ടോടിപ്പുഴയിൽ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വൈബായിട്ടൊക്കെ ഡബ് ചെയ്യുമെന്ന് വിചാരിച്ചു. നമ്മൾ ഡബ്ബിങ് സ്റ്റൈലൊക്കെ മാറ്റി അതൊന്ന് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നെക്കൊണ്ട് പറ്റിയ പണിയല്ലേ ഗൈസ്, നല്ല കഷ്ടപ്പാടാണ് അങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളത് നിർത്തുന്നൊന്നുമില്ല, ചില വീഡിയോസിന് മാത്രം അങ്ങനെ ഡബ് ചെയ്യാം. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ പഴയ സ്റ്റൈലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വീട്ടിലാണ്. അവിടെ ആരും താമസമൊന്നുമില്ല, വീടിൻ്റെ ഓണേഴ്സൊക്കെ വിദേശത്താണ്. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ടീച്ചറിൻ്റെ ബന്ധുവിൻ്റെ വീടാണ് കേട്ടോ അത്. അവിടെ ചുറ്റിലും കുറേ മാവുണ്ട്, എല്ലാം കുഞ്ഞു കുഞ്ഞു മാവാണ്, പക്ഷെ അതിലൊക്കെ നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പൂട്ടിക്കെടുക്കായിരുന്നു. ഇതെങ്ങനെയെങ്കിലും തുറന്ന് അതിനകത്ത് അകത്ത് കയറാൻ പറ്റുമോയെന്നാണ് ടുട്ടു ഇങ്ങനെ കാര്യമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ജനലിൻ്റെ മിറർ നല്ല വൃത്തിയുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിക്കാനുള്ള കഷ്ടപ്പാടാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ പിന്നെ ഒരു തോർത്തൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല നട്ടുച്ചയ്ക്കായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇല എല്ലായിടത്തും കാണുന്നുണ്ട്, നിങ്ങളെന്താ ഇതിനെ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കാന്താരി കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അത് ആ ഇലയിൽ ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് ഇല പറിക്കാൻ വേണ്ടി പോയാണ് കേട്ടോ. അമ്മ ഇതാ തോട്ടിയൊക്കെ എടുത്ത് സാഹസികമായി മാങ്ങ പറിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഞാനും ടുട്ടുവും കൂടെ തോട്ടിയെടുത്ത് വലിച്ച് മാങ്ങയൊക്കെ പറിച്ചു. നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ. പക്ഷെ ചിലതൊക്കെ പഴുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അധികമൊന്നും പറിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഓടിപ്പോയതെന്ന് വെച്ചാൽ 2 മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ എടുത്തപ്പോഴത്തേനും ഒരെണ്ണം ടുട്ടു അവിടുന്ന് താഴോട്ട് ഉരുട്ടിക്കളഞ്ഞു. അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മുടെ ഫോണിന് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും, അപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നേച്ചറൊക്കെ കാണിക്കുമ്പോൾ അത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല രസമുണ്ടാവും. അങ്ങനെ ഒരു പച്ച മാങ്ങ ഉണ്ടായിരുന്നു, അത് താഴെയായിരുന്നു. അപ്പോൾ ഞാനാദ്യം കൈ കൊണ്ട് പറിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ ടുട്ടൂനെ എടുത്തുകൊണ്ട് വന്ന് അവനെ കൊണ്ടത് പറയിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനിത് അവിടെയുള്ള പറമ്പൊക്കെ മൊത്തം ചുറ്റി നടന്ന് അടിച്ച് വീഡിയോ എടുക്കലായിരുന്നു എൻ്റെ പണി. അങ്ങനെ അച്ഛനവിടെ പണിയുണ്ടായിരുന്നു, പൈപ്പ് എന്തോ ശരിയാക്കുമായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞങ്ങളും പോയത്. അപ്പോൾ അച്ഛൻ പൈപ്പ് ശരിയാക്കുന്നതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അച്ഛൻ എന്നുള്ള രീതിയിൽ അവിടെ പോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തൊക്കെയോ വെറൈറ്റി പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ടുട്ടു ഇങ്ങനെ പറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതിനിട്ട് എന്നെ കാണിക്കണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അവിടെ കുഞ്ഞു തെങ്ങിൽ കുറേ കുഞ്ഞു കുഞ്ഞു തേങ്ങാസ് ഉണ്ടായിരുന്നു, അതൊക്കെ കാണിക്കുകയായിരുന്നു. പിന്നെ അച്ഛൻ ചെയ്യുന്ന പണികളൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ അമ്മയുടെ കാല് ഒന്നാമതേ വയ്യാണ്ടിരിക്കുകയാണ്, എന്നാലും ഞാൻ അടങ്ങിയിരിക്കില്ല എന്നുള്ള രീതിയിൽ അമ്മ സാഹസപ്പെട്ട് നടന്ന് വന്നിരിക്കുകയാണ്. ഞാനും ടുട്ടുവും കൂടെ ഒരു മാങ്ങ തിന്നാനുള്ള കഷ്ടപ്പാടിലാണ് നിങ്ങളീ കാണുന്നത്. അവന് ഞാൻ മാങ്ങ കഴുകിയൊക്കെ കൊടുത്തു, പക്ഷെ അവൻ എനിക്ക് തരുന്നില്ല. അതാണെങ്കിൽ നല്ല പഴുത്ത മാങ്ങയായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന്. അതുകൊണ്ട് അവൻ തരത്തേയില്ല. അവനൊരു മാങ്ങ ലവറാണ്, അതുകൊണ്ട് മാങ്ങയൊന്നും ആർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. അങ്ങനെ കുറച്ച് പച്ചമാങ്ങയും കൂടെ പറിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പോവാണ്. ഇപ്പം ഞാൻ കത്തിയൊക്കെ എടുത്ത് പോകുന്നത് കറിവേപ്പില പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ അച്ഛനും മാഷും കൂടെ വന്നിട്ട് കറിവേപ്പില പറിച്ചു. അങ്ങനെ കറിവേപ്പിലയൊക്കെ പറിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീടിൻ്റെ ബാക്ക് വശമൊക്കെ മൊത്തം കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ വെയിലത്ത് ടുട്ടുവിൻ്റെ പുറകെ ഓടി ഓടി ക്ഷീണിച്ചു ഗീസ്. അതുകൊണ്ട് ഞാനതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.